നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് UAE-യിലെ വൈറൽ താരമായി നിൽക്കുന്ന അനിൽ ആലങ്കോടാണ്. അനിൽ, നമസ്കാരം. നമസ്കാരം. വൈറൽ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വൈറലായിട്ടില്ല. ഇപ്പോൾ ഒരു ചക്കയുടെ ഒരു വീഡിയോയിലാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ. ഇതേപോലെ ഇങ്ങനെ മറ്റേ അതൊക്കെ ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചു കയറി മക്കളെ അപ്പം അല്ല, മറ്റുള്ളവരൊന്നും അങ്ങനെ വൈറലായിട്ടില്ല. പക്ഷേ വൈറലാവാനുള്ള ഒരു സാധ്യതകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, വൈറലാണ് ഓൾറെഡി. ഇപ്പൊ തന്നെ അതായത് ഒരു മിനിറ്റില് ശരിക്കും 600ഓളം പേര് ഒരു മിനിറ്റിൽ ആ വീഡിയോ കാണുകയാണ്. വൈറൽ സ്റ്റേജിലോട്ട് 600, 1000, 1100 ഒക്കെ ഒരു മിനിറ്റിൽ കയറിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. എങ്ങനെയാണ് ഈ വൈറൽ താരമാകാനുള്ള സാധ്യത എത്തിയത്? അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ കുറച്ച് കാലഘട്ടം പിന്നിലോട്ട് പോകണം. എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ നാട്ടിൽ ആട്ടോ ഓടിച്ചിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതേപോലെ നാട്ടിൽ ആട്ടോ ഓടിച്ച് കൊണ്ടിരിക്കുന്ന കാലത്താണ് ജ്യേഷ്ഠൻ പറഞ്ഞ് നീ ആട്ടോ ഒന്നും ഓടിക്കണ്ട, നിങ്ങളുടെ ഷോപ്പിലേക്ക് പോരെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമല്ല ഷോപ്പിലേക്ക് വെക്കാൻ, എനിക്ക് ആട്ടോ ജീവിതം ഇഷ്ടം എന്ന് പറഞ്ഞു. ആട്ടോ ഓടിക്കുന്ന ആൾക്കാർക്കേ ആട്ടോ ജീവിതത്തെ പറ്റിയിട്ട് അറിയുള്ളൂ. അതിൻ്റെ ആ ഒരു ത്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തും കിട്ടില്ല എന്നാണ് ഇപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം. അത്ര മനോഹരമാണ് ആട്ടോക്കാരുടെ ജീവിതം. ആട്ടോക്കാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അങ്ങനെയല്ലല്ലോ പറയുന്നത്. അത് അറിവില്ലാത്ത ആൾക്കാർ പറയുന്നത്. ആട്ടോ ഓടിച്ച ഒരു ആട്ടോ ഡ്രൈവർ അതിനെ പറ്റിയിട്ട് അങ്ങനെ പറയില്ല. കാരണം ഞാൻ ആട്ടോ ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തമായിട്ടുള്ള ഓട്ടമല്ല, വേറെ ആൾക്കാരെ വണ്ടി നമ്മൾ റെന്റിന് ഓടിക്കുമല്ലോ. അന്നൊക്കെ അത്ര ഒരു 100 ദിറംസ് ഒക്കെയാണ് അന്ന് ഓടുക. അന്ന് ഒരു റിട്ടേൺ ഒക്കെ വരുമ്പോൾ 2 രൂപയ്ക്കാണ് അന്ന്. ഇപ്പൊ ഒക്കെ 10, 20 അല്ലേ റിട്ടേൺ. അന്ന് 2 രൂപയാണ് മിനിമം. 5 രൂപയ്ക്കാണ് നമ്മൾ ഓടിയത്. ഒരു കിലോമീറ്ററിന് അതേപോലെ 4, അതേപോലെ ഒരു പിന്നെ മിനിമം ചാർജ് 5, അങ്ങനെയൊക്കെ ഓടിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആട്ടോക്കാരന്റെ മോശമായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ രജനീകാന്തിന്റെ പടം തന്നെ ഉണ്ടല്ലോ, ഞാൻ ആട്ടോക്കാരൻ 4 തിരിഞ്ഞ റൂട്ടുകാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ പടം കണ്ടിട്ടില്ല. അപ്പൊ ആട്ടോക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വേറൊരു ലെവലാണ്. അപ്പൊ അങ്ങനെ അത് പോട്ടെ. അങ്ങനെ ഇവിടെ വന്നിട്ട് ഏട്ടൻ പറഞ്ഞ് കടയിൽ നിന്നോന്ന് പറഞ്ഞു, ഷോപ്പിൽ നിന്നോ പറഞ്ഞു. അപ്പൊ ശശിയേട്ടൻ അറിയാലോ, ശശിയേട്ടൻ നമ്മുടെ ജ്യേഷ്ഠൻ ശശിയേട്ടൻ, മുരളിയേട്ടൻ. അപ്പോൾ അവർ പറഞ്ഞു ഷോപ്പിൽ നിന്നോ പറഞ്ഞു. അങ്ങനെ ഷോപ്പിൽ വന്നപ്പോൾ അങ്ങനെ നിന്നപ്പോൾ എനിക്കിതിവിടെ നിന്നിട്ട് പറ്റുന്നില്ല. അപ്പോൾ പ്രവാസികളുടെ കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിപ്പോണം എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു എനിക്ക് നാട്ടിൽ പോയിട്ട് എന്താ വീണ്ടും ഓട്ടോ ഓടിക്കാനോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് മതിയെന്ന്. അപ്പോൾ എന്നാൽ ശരി, എന്നാൽ ഓട്ടോ ഓടിക്കാന്ന് വെച്ചാൽ ഓട്ടോ ഓടിക്കാനുള്ള മേടിക്കാനുള്ള പൈസയും വേണ്ട, വേറെ ആൾക്കാർ ഓട്ടോ ഓടിക്കാനായിട്ട് സ്വന്തമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ സ്വന്തമായിട്ട് ഒരു ഓട്ടോ മേടിക്കാനുള്ള ഒരു സമ്പാദ്യം ആയി കഴിഞ്ഞാൽ അപ്പം ഞാനിവിടുന്ന് പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോട്ടോ, ഓട്ടോ അല്ല, ഒരു 50 ഓട്ടോ ഓടിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ വന്ന് പിന്നെ നമ്മൾ പോയിട്ടില്ല. കാരണം പ്രവാസമാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്ര പെട്ടെന്ന് ഇവിടുന്ന് പോവില്ല. പോകാൻ നമുക്ക് പറ്റില്ല. പിന്നെ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പറ്റില്ല. അത് ഇവിടുത്തെ ഗവൺമെന്റും നല്ല സപ്പോർട്ടാണല്ലോ ഈ കാര്യത്തിലൊക്കെ. ഇവിടുത്തെ ഗവൺമെന്റ് നമ്മൾ നാട്ടിലത്തെക്കാട്ടിയും ഒരു മെച്ചപ്പെട്ട പിന്നെ നീതിന്യായ വ്യവസ്ഥകളാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ എന്ന് വേണ്ട, വണ്ടി ഇത്ര ഒരു 10-50 വണ്ടി മേടിക്കാനുള്ള പൈസ ഇട്ട് ഞാൻ ഇവിടുന്ന് പോയിട്ടില്ല. ഇനിയിപ്പോൾ ആ പോക്ക് ഉണ്ടാവില്ല. അങ്ങനെയാണ് പോണ കാര്യങ്ങൾ. അപ്പം അതിലിടയ്ക്കാണ് ഷോപ്പിൽ ഇതേപോലെ ഈ ചെറിയ വീഡിയോകൾ ഇതൊക്കെ പുറമെന്നുള്ള ആൾക്കാർ വന്ന് ചെയ്തിരുന്നു. ഈ ടിക്ടോക്കർമാർ, അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇവരൊക്കെ വന്ന് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ പലരും പറഞ്ഞു കുഴപ്പമില്ല അല്ലേ, ഇത് തുടർന്നോ, ഇത് നിനക്ക് കുഴപ്പമില്ല, ചേരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ആ ഒരു ഫീൽഡിലേക്ക് പിന്നെ അങ്ങനെ കണ്ട് മാറി. കടയിലെ കാര്യങ്ങളും നോക്കും, അതിലിടയ്ക്ക് നമ്മളെ കടയിലത്തെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യും. അതിലിടയ്ക്കാണ് ഈ ചക്ക വന്ന് ഇറങ്ങിയത്. അപ്പൊ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെസ്റ്റോൾജിയാണ്, അറിയാലോ. ചക്കയുടെ കാര്യം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പ്രവാസിക്കും ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അപ്പൊ അതിന്റെ ഉദാഹരണം തന്നെ ഇപ്പൊ ഇന്നലെ ചക്കയ്ക്ക് ഇതേപോലെ ഒരു ഫാമിലി വന്നു. ഭർത്താവ് വന്ന് പറഞ്ഞു ചക്ക വേണം. അപ്പൊ ഞാൻ പറഞ്ഞു ചക്ക നിങ്ങൾ ഓർഡർ ചെയ്തിട്ടാണ് വന്നു വെച്ചത്. അല്ലാന്ന് പറഞ്ഞു. എവിടുന്നാ വരുന്നു വെച്ചത്. അപ്പൊ അവർ പറഞ്ഞു ദുബായിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ദുബായിലൊക്കെ ചക്ക കിട്ടും, ചക്ക കിട്ടാത്ത സ്ഥലങ്ങളില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ കടയിൽ മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെ ചിന്തിക്കേണ്ട. അപ്പോൾ അവർക്ക് ഈ ചക്ക നമ്മൾ കട്ട് ചെയ്യണതും ഇത് മുറിക്കുന്നതും തുണ്ടമാക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ അവരുടെ വൈഫ് പറഞ്ഞ് നിങ്ങൾ ഒരു ചക്ക മേടിച്ചിട്ട് നിങ്ങൾ വന്നാൽ മതി എന്ന്. അങ്ങനെ മൂപ്പരാൾ അവിടെ നേരം കൊണ്ട് പോകുന്നതാണ്. അത് പ്രഗ്നൻ്റ് ആയിരുന്നു പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഈ ചക്ക മാങ്ങാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ചക്കല്ല. അപ്പം എന്നോട് പറഞ്ഞു പൊന്നാരനില്ലേ, എനിക്ക് നിന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, ചക്ക അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പം അത്രയ്ക്കും ഇഷ്ടമാണ് കേരളീയർക്ക് ചക്ക. കേരളീയരെന്നല്ല, ഒരുവിധ നാട്ടുകാർക്കൊക്കെ ഈ ചക്കയോട് ഭയങ്കര താല്പര്യമാണ്. എല്ലാ നാട്ടുകാരും ചക്ക. അതെ, ചക്ക പൊതുവെ നമ്മുടെ ഇന്ത്യ മാത്രമല്ല മറ്റുള്ള സ്ഥലത്തുള്ള ആൾക്കാരും ചക്ക കഴിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കും അതങ്ങ് വൈറലായി പോയത് അല്ലേ. അപ്പോൾ
അത് മാത്രമല്ല കടച്ചക്ക, ഉം. ഇടിച്ചക്ക, ഉം. പിന്നെ ആത്തച്ചക്ക, ഉം. പിന്നെ അങ്ങനെ ഒരുപാട് ചക്കകൾ. പിന്നെ ഈ ചക്കയിൽ തന്നെ പഴഞ്ചക്ക, വരിക്കച്ചക്ക, കോഴച്ചക്ക, അതേപോലെ പിന്നെ ചെമ്പരത്തി ചക്ക, വെള്ളാരം ചക്ക, അങ്ങനെ ഒരുപാട് ചക്കൾ. ഈ കോട്ടയത്തുള്ള ആൾക്കാരൊക്കെ ഈ വെള്ളാരം ചക്ക വന്നിട്ട് ചോദിക്കുക. ആഹാ. അവർക്ക് അതിനോട് വലിയ താല്പര്യം. ഉം, ഉം. നമ്മുടെ ഈ ഓരോ മലപ്പുറം പ്രദേശത്തും ഓരോ അവിടെ മലപ്പുറം ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇതേപോലെ തേൻവരിക്ക, വരിക്ക, പഴഞ്ചക്ക. ഉം. അപ്പൊ ഈ പഴഞ്ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പറ്റില്ല. ഉം. പക്ഷെ പഴഞ്ചക്കയുടെ ടേസ്റ്റ് ഒന്ന് വേറെ. ഉം. അത് ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ കൂനില്ലേ, ഉം. ആ കൂന് ഇങ്ങോട്ട് എടുത്താൽ ചുള മാത്രം അതിൽ ഇങ്ങനെ കിടക്കും. ഉം. അത് വേറൊരു ഒരു ടേസ്റ്റാണ്. അത് അത് തിന്നുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ കുരു വരെ ചിലപ്പോൾ ഒരു സൗണ്ടോട് കൂടിയിട്ട് പോവുക. അങ്ങനെയുള്ള ഒരുപാട് രസങ്ങളുണ്ട് ചക്കയുടെ കാര്യം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ ചക്ക ഇങ്ങോട്ട് വീഡിയോസ് വിട്ടപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ ഇതേപോലെ യൂട്യൂബിൽ ഭയങ്കര ഒരു 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 കുതിച്ചുകയറ്റം തന്നെ പറയാം. ഉം. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അതെ, അറിഞ്ഞതും അതെ. കണ്ടതും. തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഏതായാലും ഈ ലക്കി സെന്ററിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? അതാ ഞാൻ പറഞ്ഞല്ലോ, ജ്യേഷ്ഠൻ്റെ ആദ്യം ഫസ്റ്റിൽ ജ്യേഷ്ഠൻ്റെ ചെറിയൊരു ഷോപ്പിലേക്കാണ് വന്നത്. പിന്നെ ജ്യേഷ്ഠൻ ഇതേപോലെ ലക്കി റൗണ്ട് ബോട്ടിൽ നമ്മുടെ ലക്കി ഉം. അറിയാലോ, ഉം. റൗണ്ട് ബോട്ടിൽ ലക്കി വന്നു. അതിനുശേഷം പിന്നെ ജർഫിൽ ഇതേപോലെ വന്നു. അങ്ങനെ ജർഫിലത്തെ ലക്കിയിലാണ് ഇപ്പോൾ ഞാനുള്ളത്, ഉം. ഉം. നിൽക്കുന്നത്. അങ്ങനെ ജർഫിലെ ലക്കി ഷോപ്പിലാണ് ഇപ്പോൾ, ലക്കി സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓക്കെ. അവിടെയാണ് ഇപ്പോൾ യഥേഷ്ടം ചക്കകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഉം. ഒരു ദിവസം ഒരു 50 ചക്ക, ഉം. ചിലപ്പോൾ 60 ചക്ക ഓർഡറിന് അനുസരിച്ചിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ. ചിലപ്പോൾ ഈ ചക്ക വന്നാൽ പഴുത്തിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് ഇതേപോലെ പഴുപ്പിക്കാൻ വെക്കണം. ഉം. അപ്പം ചിലർ വന്നിട്ട് പറയും നമുക്ക് പഴുക്കൊന്നും വേണ്ട, പച്ചനെ തന്നേക്ക് തരും. അപ്പം ഇതേപോലെ പിന്നെ ചക്കലിശ്ശേരി, ഉം. ചക്കത്തോരൻ, ഉം. ചക്കപ്പേരി, ഉം. അങ്ങനെ പല സാധനങ്ങളും ഇതുകൊണ്ട് ഉണ്ടാക്കുമല്ലോ. ഇപ്പം ചക്ക ബിരിയാണി വരെ വെച്ച് തുടങ്ങി. വെച്ച് തുടങ്ങിയ ആൾക്കാർ. കറക്റ്റ്. ഏതായാലും വളരെ സന്തോഷം. ഈ എന്താണ് വൈറലായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വൈറലാകട്ടെ. അനിൽ ആലങ്കോട്, അതല്ലേ പേജിന്റെ പേര്? അനിൽ ആലങ്കോട്. അനിൽ ആലങ്കോടും അതുപോലെ ലക്കി സെന്ററും ഒക്കെ ഒരുപാട് പ്രശസ്തമാകട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.